അസ്സലാമലൈക്കും. അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോയിക്കോളിട്ടോ. നമ്മളാരും നിർബന്ധിച്ചില്ല. കാരണം നമ്മൾ വീഡിയോ കാണുന്നതും ലൈക്ക് ചെയ്യണതും സബ്സ്ക്രൈബ് ചെയ്യുന്നതും പിന്നെ കമൻ്റ് ഇടുന്നതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ്. നമുക്ക് ആരെയും നിർബന്ധിക്കാൻ പറ്റില്ല. തുടക്കം കണ്ടിട്ട് നിങ്ങൾക്ക് പറ്റുമെന്ന് മാത്രം ഫുള്ളായിട്ട് കാണുക, അല്ലെങ്കിൽ വേണ്ട കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഈ അൻഷൂസ് വേൾഡിൻ്റെ ഫാമിലിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സുകാർ വന്നിരിക്കുന്നു കേട്ടോ. നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സുകാരെ കിട്ടിയിരിക്കണേ. അൽഹംദുലില്ലാ, സന്തോഷം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ചാറുണ്ടാക്കാൻ വെള്ളുള്ളി തക്കാളി ഒക്കെ വഴറ്റി. അപ്പോൾ എന്നിപ്പോൾ ഈ ഉള്ളിയും തക്കാളിയും വഴറ്റണത് തന്നെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വെറുപ്പല്ലേ കാരണം. അപ്പോൾ ഞാനിപ്പോൾ അത് ഉണ്ടാക്കണേ മാത്രം കാട്ടണുള്ളൂ. പിന്നെ ഞാൻ കോഴിയൊക്കെ കേകി വെള്ളത്തിലിട്ടേക്കണം കേട്ടോ. പിന്നെ നമുക്ക് നേരെ അടിപൊളി സാധനം ഉണ്ടാക്കണം കേട്ടോ. ബ്രെഡൊക്കെ വെച്ചിട്ട് നല്ലൊരു സൂപ്പർ സാധനം, പേരൊന്നും നമുക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ അതിന് ഞാൻ എന്താട്ടി വല്ലുള്ളിയും വല്ലുള്ളിയും പിന്നെ നമ്മളെ സമൂസൻ്റെ മസാല ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. അതിക്ക് ഞാൻ എന്താട്ടി ലേസം കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുത്തു. പിന്നെ നമ്മളെ കേങ്ങ് പുഴുങ്ങിക്കാണ്ട് അതും പാടെ ഉടച്ചിട്ട് കൊടുത്തിക്കണം കേട്ടോ. പിന്നെ ഇതാക്കണേ നോരുമ്പാട് നോറ്റ് കഴിഞ്ഞാൽ രാവിലെ ഒന്നൊരു കുഴപ്പമുണ്ടാവില്ല. ഒരു 10-11 മണിയാകുമ്പോൾ അങ്ങനെ തുടങ്ങും കേട്ടോ. എന്ത് കിട്ടിയാലും തിന്നണം എന്നുള്ളൊരു വിചാരമിരിക്കാൻ കേട്ടോ. നോമ്പ് തുറന്നാൽ അതുണ്ടാക്കണം ഇതുണ്ടാക്കണം. അപ്പം ഇന്നിങ്ങനെ നമുക്ക് തോന്നിയത് വെറും ചോറും അതേ പറഞ്ഞമാതിരി നല്ല അവിയലൊക്കെ കൂട്ടിയിട്ട് നല്ലൊരു ചോറ് വെച്ചണം എന്നിങ്ങനെ ഒരു മനസ്സിലൊരാഗ്രഹം കേട്ടോ. ഒരു 11-12 മണിയാകുമ്പോൾ. അപ്പോൾ ഏതായാലും നമ്മളെന്താട്ടി കുറേ കഷ്ണങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ 2 കേങ്ങും 2 മുരിങ്ങാക്കായി നമ്മളെ അയലോക്കത്തെ പെരയിൽ നിന്ന് 2 പറിച്ചു കൊടുന്നാണ് കേട്ടോ. പിന്നെ നമ്മളെ വൈതലങ്ങ ഉണ്ടേനിയല്ലോ, അതും പാടെ ഇട്ടിട്ട് നമുക്കൊരു അവിയലാണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ ഈ നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ പിന്നെ എന്ത് കിട്ടിയാലും തിന്നണം എന്നുള്ള വിചാരക്കാരം തുറന്നു കഴിഞ്ഞാൽ പിന്നെ മക്കളെ 2 ഗ്ലാസ് വെള്ളം കുടിച്ച് ആ പൊരിക്കടിയും തിന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു സാധനത്തിനും പൂതി ഉണ്ടാവില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളിട്ടോ. പിന്നെ ഇതാക്കണേ ഞാൻ അതൊക്കെ തീമച്ചിങ്ങനെ കേട്ടോ. അപ്പോൾ നമ്മളെ കേങ്ങിന് കുറച്ചൊരു വേവ് ഉണ്ടായിരുന്നല്ലോ. അതേ പറഞ്ഞ മാതിരി മുരിങ്ങാക്കായ്ക്കുണ്ട് വിചാരിച്ച് കണ്ടാണ് നമ്മൾ കുറച്ച് തുള്ളി വെള്ളമൊക്കെ പാർന്നിട്ട് അത് തീമച്ചിട്ടോ. പച്ചമുളകും അതേ പറഞ്ഞ മാതിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും കരിയേപ്പൊക്കെ ഇട്ട് കണ്ട് തീമച്ചു. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച നമ്മളെ വൈതനങ്ങയും കൂടി ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളോട് പറയുകയാണെങ്കിൽ വേവ് ഒക്കെ ഒരു കണക്ക് തന്നെയാണ്. പക്ഷേങ്കിൽ ഒക്കെ ഒപ്പിട്ട് വെച്ചാൽ മതി എന്ന് പിന്നെ തോന്നി കേട്ടോ. എന്താ അറിയില്ല. പിന്നെ നമ്മൾ തിന്ന് കഴിഞ്ഞിട്ടാണല്ലോ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത്. എന്നത്തെയും പോലെ നമ്മൾ അവിയലൊരു ഉഷാറായിട്ടില്ല കേട്ടോ. അതും വേണമല്ലോ പറയാം. പിന്നെ നമ്മൾ ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കുന്ന സാധനത്തിനുണ്ടല്ലോ, നമ്മൾ മുട്ടിയിലൊന്നല്ല കേട്ടോ മുക്കി പൊരിച്ചണത്. നമ്മൾ മൈദ ഉണ്ടല്ലോ, മൈദ കുറച്ച് വെള്ളമൊക്കെ പാർന്ന് ലൂസാക്കി എടുക്കുകയാണ് കേട്ടോ. മുട്ടക്ക് പകരമാണ് കേട്ടോ നമ്മൾ ഇതെടുക്കുന്നത്. അപ്പോൾ നമ്മളെ മാവ് കണ്ടല്ലോ നല്ല അടിപൊളി സെറ്റായി വന്നിങ്ങനെ കേട്ടോ. നമ്മളെ കേങ്ങൊക്കെ പിന്നെ നമ്മൾ പുഴുങ്ങി ഉടച്ചതാണ് കേട്ടോ. നമ്മളെ കട്ലേറ്റിന് ഉണ്ടാക്കുന്ന മസാല അല്ലേ, അത് തന്നെയാണ് കേട്ടോ. പിന്നെ ഇതാക്കണേ നമ്മൾ ബ്രെഡൊക്കെ എടുത്ത് വെച്ചിക്കണേ. അപ്പോൾ ഒരു ബ്രെഡ് പൊട്ടിയതുണ്ടായിനി. അപ്പോൾ ഞാനത് അങ്ങനെയാണ് ഇട്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ അരുഭാഗമൊക്കെ ഉണ്ടല്ലോ, ആ അരുഭാഗമൊക്കെ ഒന്ന് ഞാൻ പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം പിച്ചെടുത്തപ്പോൾ പിന്നെ തോന്നി കത്രികയായിട്ട് വെട്ടാന്നുള്ളത്. പിന്നെ ഞാൻ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ കത്രികയായിട്ടാണ് വെട്ടി കാണ്ടാണ്ട് എടുത്തിക്കാണ് കേട്ടോ. ഇങ്ങനെ എന്നാൽ കുറേ നേരം നിൽക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ ബ്രെഡിൻ്റെ അരുഭാഗങ്ങളൊക്കെ എടുത്ത് നമ്മൾ അവിടെ വെച്ചിക്കണം കേട്ടോ. പിന്നെ നമ്മളെ തേങ്ങയും പിന്നെ കരിവേപ്പിൻ്റെ ഇലയും ചതച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. പച്ചമുളക് നമ്മൾ അതിൽ തന്നെ കീറിയിട്ടുണ്ട്. പിന്നെ ഞാൻ പച്ചമുളക് ചതക്കാൻ നിന്നിട്ടില്ലേ. അങ്ങനെ ഇതാക്കണേ നമ്മൾ അതിൽ ഇട്ടെടുത്ത് പിന്നെ കുറച്ച് തൈരും പാടെ പാർന്ന് കൊടുത്തു കേട്ടോ. പിന്നെ നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കുക. എന്നിട്ട് കണ്ടില്ലേ, അപ്പോൾ മുരിങ്ങാക്കായൊക്കെ ഉടഞ്ഞ് പപ്പർ സൂട്ടയക്കണം കേട്ടോ. പിന്നെ ഇതാക്കണേ അതൊന്ന് തേങ്ങയൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മളൊന്ന് ആവി കയറ്റിയ ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഉറ്റിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ അവിയൽ സെറ്റായി കേട്ടോ. അപ്പോൾ നിങ്ങളോട് പറയുകയാണെങ്കിൽ അവിയൽ ഒരു വലിയൊരു ഗുമ്മൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇന്നത്തെ അവിയലിന് എന്താണെന്നറിയില്ല, കുറേ സാധനം ഇല്ലായിട്ടോ ഇനി വൈതലങ്ങ കൂടിയിട്ടോ ഒരു രസം കിട്ടിയില്ല കേട്ടോ. പിന്നെ അതാക്കണേ ഞാൻ നമ്മളെ ബ്രെഡിൻ്റെ
ആ ചുവന്ന ഭാഗമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതാക്കണേ നമ്മളെ റസ്കും പൊടിക്ക് പകരമാണിത്, ഇത് മതി കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാതും പാടെ പൊടിച്ചെടുത്തു. ഇനി നമുക്ക് നമ്മളെ ഒരു ബ്രെഡ് എടുക്കുക, എന്നിട്ട് നമ്മളെ മസാല എടുക്കുക, ഇഞ്ഞിട്ട് നമ്മളെ ബ്രെഡ് മേലൊന്ന് ജാമൊക്കെ തേക്കൂലേ അതേപോലെ ഒന്ന് തേച്ച് ഒന്ന് പൊടിപ്പിച്ച് വെക്കുക കേട്ടോ. സംഭവം സൂപ്പർ കഴിഞ്ഞിട്ടോ, നല്ല രസമുണ്ടായിന് കേട്ടോ തിന്നാൻ. അപ്പോൾ എല്ലാ ഭാഗത്തും പാടങ്ങനെ ഞാൻ തേച്ച് ഒട്ടിച്ചു കൊടുത്തിരിക്കണം കേട്ടോ. പിന്നെ നമ്മളെ കത്രിക എടുക്കുക, എന്നിട്ട് കത്രിക എടുത്തിട്ട് ഞാൻ നമ്മളെ ബ്രെഡ് നടുക്കൊന്നാണ്ട് മുറിച്ച് കൊടുത്തിരിക്കണം കേട്ടോ. അങ്ങനെ ഇതാക്കണേ ബ്രെഡൊക്കെ ഇതേപോലെ നടുക്ക് മുറിച്ച് കൊടുത്തു. ബാക്കിയുള്ള ബ്രെഡും നമുക്ക് ഇതേപോലെ തന്നെ ജാമ് തേക്കും പോലെ നമുക്ക് നമ്മളെ മസാല തേച്ച് സെറ്റാക്കി എടുക്കാം. അങ്ങനെ ബ്രെഡൊക്കെ മസാലയൊക്കെ തേച്ച് സെറ്റാക്കി എടുത്ത ബ്രെഡ് ഇനി നമുക്ക് നമ്മൾ ഈ മൈദേൻ്റെ ഇതിൽ മുക്കിയിട്ട് നമുക്ക് നമ്മളെ ബ്രെഡിൻ്റെ പൊടി ഉണ്ടല്ലോ അതിലൊന്ന് മുക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട്ലേറ്റൊക്കെ കാട്ടൂലേ അതേപോലെ തന്നെ. അപ്പോൾ ഇനി നമുക്ക് എന്താട്ടാ അതൊക്കെ ഓരോന്നോരോന്ന് ഇങ്ങനെ ആദ്യം മുക്കിയെടുക്കാം, എന്നിട്ട് പിന്നെ ഒന്നിച്ച് നമുക്ക് ആണ്ട് ഇതാക്കട്ടോ. അപ്പോൾ ഞാൻ 2 എണ്ണം. അപ്പം പിന്നെ ഈ മൈദയിൽ മുക്കിയ കൈ കൊണ്ട് തന്നെ നമ്മൾ ഇതിങ്ങനെ ഒപ്പിയെടുക്കുമ്പോൾ നമ്മളെ കൈമലൊക്കെ ആ ബ്രെഡിൻ്റെ പൊടിയാവും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ മറ്റേ കൈ വെച്ചിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാക്കണം ഒന്നായി. പിന്നെ ബാക്കിയുള്ളതും പാടെ നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാക്കണേ നമ്മളെ ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കണ സാധനത്തിൻ്റെ ഇതൊക്കെ അടിപൊളിയായി വന്നിക്കണ്. ഇനി നമുക്ക് ഒന്ന് പൊരിച്ചെടുക്കണം, അതിന് എണ്ണ ചൂടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ചട്ടിയിൽ ഓയിലൊക്കെ ചൂടാക്കി നമ്മളെ ബ്രെഡ് നമുക്ക് ഓരോന്നിട്ടിട്ട് ആണ്ട് പൊരിച്ചെടുക്കാം. നല്ല സൂപ്പർ സാധനം കേട്ടോ. മക്കൾക്കും തൃപ്പതിയായി, തള്ളക്കും നല്ല തൃപ്പതിയായിക്കണം കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ ഈ ഒരു സാധനം. അപ്പോൾ ഇത് നമ്മളെ സ്വന്തം റെസിപ്പി ഒന്നുമല്ല, നമ്മൾ യൂട്യൂബിൽ കണ്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ടപ്പോൾ മക്കളും ഉണ്ടായിനി കണ്ടപ്പോൾ, അപ്പോൾ പോലെ അമ്മ നമുക്ക് ഇന്നത് ഉണ്ടാക്കുക. അപ്പം ബ്രെഡും ഉണ്ടായിനി, പിന്നെ കുറച്ച് മസാല ഉണ്ടായിന്, പിന്നെ അപ്പോൾ നമുക്കൊരു കേങ്ങല്ല വേണ്ടിയത്. അപ്പോൾ പിന്നെ കേങ്ങും കൂടിയാണ് പുഴുങ്ങിയിട്ട് അത് ചേർത്തെടുത്ത് നമുക്കൊന്ന് ഉണ്ടാക്കി കൊടുക്കാറ്. മക്കളാഗ്രഹമല്ലേ നമ്മൾ നിറവേറ്റി കൊടുക്കണ്ടേ. അപ്പോൾ എല്ലാ ആഗ്രഹങ്ങളൊന്നും നമുക്ക് നിറവേറ്റി കൊടുക്കാൻ പറ്റില്ല, അത് വേറെ കാര്യം. കജ്ജണത് മാത്രം, കഴിയാത്തതാണെങ്കിൽ നമ്മൾ പറ്റൂല എന്നും പറയും കേട്ടോ. അങ്ങനെ നമ്മളെ ബ്രെഡൊക്കെ ഓരോന്നോരോന്ന് പൊരിച്ചെടുക്കണുണ്ട്. പിന്നെ ഒന്ന് ചായക്ക് കടി പൊറാട്ട വാങ്ങിക്കൊണ്ട് നിൽക്കാണ് കേട്ടോ. കുറേ ദിവസമായി മക്കൾ പറയുന്നത് പൊറാട്ട കൊണ്ടുവരാന്നുള്ളത്. അപ്പോൾ പിന്നെ ഒന്ന് പൊറാട്ട ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്, നമുക്ക് ഭയങ്കര മടിയുണ്ടായി കേട്ടോ ഒന്ന് ചായക്കടി ഉണ്ടാക്കാൻ. അപ്പോൾ അങ്ങനെ ഇതാക്കണേ നമ്മളെ ബ്രെഡിൻ്റെ അതൊക്കെ ഓരോന്നോരോന്ന് നമുക്കങ്ങനെ പൊരിച്ച് വാങ്ങാം. അപ്പം അങ്ങനെ അതൊക്കെ വാങ്ങി വെച്ചു. പിന്നെ നമുക്ക് കുറച്ച് ചോറ് ഇമ്മണ്ണം കേട്ടോ. നോൽമ്പ് തുടങ്ങിയിട്ട് നമ്മൾ ചോറ് ഇമ്മട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചോറും അവിയലുണ്ടായതുകൊണ്ട് തന്നെ കുറച്ച് ചോറ് ഇമ്മട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ചോറൊക്കെ കുക്കറിൽ വെച്ചു. പിന്നെ നമുക്ക് കുറച്ച് വെള്ളം കലക്കണം. പിന്നെ ഇതാക്കണേ നമ്മളെ ബ്രെഡോട് ഉണ്ടാക്കിയ സാധനങ്ങളെല്ലാം അടിപൊളിയായിട്ട് വന്നിക്കണേ. പിന്നെ ഇതാക്കണേ നമ്മൾ നാരങ്ങ ഒരു ജഗ്ഗിൽ കലക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കിയെന്നല്ലാതെ തിന്നിട്ട് പോണില്ല കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ചായക്ക് വെള്ളം വെച്ചു. പിന്നെ ബാങ്കൊക്കെ കൊടുത്ത് നമ്മൾ നോമ്പ് തുറക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ, 9-8 മിനിറ്റ്. കാരണം നോമ്പായതുകൊണ്ട് എല്ലാവർക്കും ഇപ്പോൾ കാണാനൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. എല്ലാവരും ഓത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകും. നമ്മളും ഓത്തും കാര്യങ്ങളൊക്കെ നടക്കണമുണ്ട്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു വീഡിയോസും ഒക്കെ അങ്ങനെ ഇടുകയാണ് കേട്ടോ. അപ്പോൾ ജീനും സനുവും പള്ളിക്കൊക്കെ തുറക്കാൻ പോയിക്കണേ. ഓർക്കുള്ളത് ഞങ്ങളവിടെ മാറ്റി വെച്ചിട്ട് ഞങ്ങൾക്കുള്ളത് ഞങ്ങളിങ്ങനെ തിന്നാണ് കേട്ടോ ബാങ്ക് കൊടുത്തു. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്താൽ മതി. പിന്നെ ആരെയും നിർബന്ധിച്ചില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് നാളെ വരട്ടോ, മരിച്ചിട്ടില്ലെങ്കിൽ. അസ്സലാമു അലൈക്കും.